ഹലോ ഗായ്സ്, അപ്പോൾ ദേ ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ എന്താ പരിപാടി എന്നല്ലേ. ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീറ്റ് എല്ലാം കൂടി സമയം പോകുമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ സാമ്പാർ വയ്ക്കുന്ന വിചാരിച്ച് പരിപ്പൊക്കെ കഴുകി പച്ചക്കറിയൊക്കെ ഇട്ട് പരിപ്പ് കഴുകിയും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി സാമ്പാർ പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ അപ്പുറത്തെ ഒരടുപ്പിൽ അത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ അടുപ്പിൽ പിന്നെ ഞാൻ വിചാരിച്ചു ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അപ്പോൾ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതും സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ അത് വെച്ചിട്ടാണ്. പിന്നെ അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിയലിനും കഷ്ണങ്ങളൊക്കെ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടാണ്. കാരണം എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്ന് അമ്പലത്തിൽ നട അടിച്ചാലും നമ്മളെത്തില്ല. അപ്പോൾ ഞാൻ തലേന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ കടുക് പൊട്ടിച്ച് ഇച്ചിരി ഉഴുന്നുപരിപ്പ് ഇട്ടിട്ട് നമ്മൾ ക്യാബേജ് തോരൻ വെച്ചു കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് സെറ്റാവില്ല. പിന്നെ ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി കീറിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് അവിയലും കൂടി വെക്കണം. പിന്നെ പായസം വെക്കാനുണ്ട്. പായസം ഞാൻ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഞാൻ സാമ്പാറിൽ പിന്നെ വെണ്ടയ്ക്കയും തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പൊടികളൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. പിന്നെ അപ്പോൾ അതേ നമ്മുടെ തോരനും സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലിട്ട് അടിച്ചത്, കാരണം പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പും ചേർത്ത് ലാസ്റ്റ് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് ഇളക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അവിൽ കുറച്ച് കുഴഞ്ഞു പോയിട്ടായിരുന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് പോയി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ അവിയലും ക്യാബേജ് തോരനും എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ചേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനൊരു ഷർട്ടും പിന്നെ ഒരു ഷൂവും. ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുണ്ടും ഇതൊക്കെ എടുക്കുമ്പോൾ ഇടാൻ പറ്റണ ഒരു സൈസ് ഷൂ അല്ലേ, അതാട്ടോ കൊടുത്തു. മറ്റേ ഷൂ ചേട്ടനുണ്ട്, അപ്പോൾ അത് കൊടുത്ത്. പിന്നെ ഓണത്തിന് കുറച്ച് ദിവസമായിട്ട് പറയണം അത് വാങ്ങണമെന്ന്, അപ്പോൾ ഞാൻ അത് വാങ്ങിച്ച് കൊടുത്ത് 12 മണിയായപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഷർട്ടും കേട്ടോ ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ വർക്ക് ചെയ്ത പൈസയ്ക്ക് ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇത്തവണ എനിക്ക് സാധിച്ചു കേട്ടോ.